ഞാൻ മുല്ലത്തളം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞടാ, നാളെ പള്ളിയിൽ പോകേണ്ടതല്ലേ, എല്ലാം നീ അടുക്കി ഒതുക്കി വെക്ക്, തേക്കാനുള്ളത് തേക്ക് എന്ന് പറയുമ്പോൾ അവൻ പറയുക, അതിന് ഇത്ര പ്രത്യേകിച്ച് എന്തുവാ ചെയ്യാനുള്ളത്? ശരിയാണ്, പുതിയ തലമുറയിൽ നമ്മുടെയൊക്കെ മക്കൾക്ക് ഇടാനും ഉടുക്കാനും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നുമില്ലായിരുന്ന വെറും ഒരു നിക്കറോ ഉടുപ്പോ ഒക്കെ മാത്രമുണ്ടായിരുന്ന ഒരു കാലവും കാലഘട്ടവും എനിക്കുണ്ടായിരുന്നു. അറിയാതെയാണെങ്കിലും ഞാൻ എൻ്റെ ബാല്യത്തിലേക്ക് അന്നത്തെ ആ ഞായറാഴ്ച ദിവസത്തേക്ക് ഒന്ന് ഓടിപ്പോയി. എൻ്റെ ഒരു ദിവസത്തെ ഒരു ഞായറാഴ്ച, അതൊരു വല്ലാത്ത ഞായറാഴ്ചയായിരുന്നു. ഒരു ഉത്സവ തിമിർപ്പുള്ള ഒരു ഞായറായിരുന്നു അന്നത്തെ ഞായറാഴ്ച. എൻ്റെ ബാല്യത്തിലെ കൗമാരത്തിലെ ആ ബാല്യം, അന്നത്തെ ആ ഞായറാഴ്ച, അത് ഒരു ഓട്ടത്തിൻ്റെ ദിവസമായിരുന്നു. വെറുതെ ഇഷ്ടം പോലെ ഓടുന്ന ഒരു ദിവസം. അതായിരുന്നു എൻ്റെ ബാല്യത്തിലെ, എൻ്റെ കൗമാരത്തിലെ ഞായറാഴ്ചകൾ. അതിരാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാവരും കുളിക്കണം എന്ന അച്ഛനും അമ്മയും ഞങ്ങളെ നിർബന്ധിച്ചിരുന്നു. കാരണം ഞായറാഴ്ച പള്ളിയിൽ കുളിക്കാതെ ആരും പോയില്ല. അത് മാത്രമല്ല, ഒരു ഞായറാഴ്ചകളിലും ആരാധനയ്ക്ക് മുൻപ് ഞങ്ങൾക്കാർക്കും ആഹാരവും തന്നിരുന്നില്ല, പ്രഭാത ഭക്ഷണങ്ങളൊന്നും തന്നിരുന്നില്ല. ഒരു കണക്ക് പറഞ്ഞാൽ ഒരു ഉപവാസത്തോടെ ആയിരുന്നു അന്നത്തെ കാലത്ത് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത്. അന്നും അത് ഇന്നും തുടരുന്നു എന്നുള്ളതും നഗ്നമായ ഒരു സത്യമാണ്. ഞായറാഴ്ചകളിൽ രാവിലെ ആരും ഒന്നും കഴിക്കാറില്ല. രാവിലെ തന്നെ അമ്മ എല്ലാവരെയും ഒരുക്കി, ഞങ്ങളുടെ എല്ലാവരുടെയും മുടി ചെയ്യുന്ന ഒരേ സ്റ്റൈല്, ഒരേ സ്റ്റൈല്, ഒരു സൈഡിൽ നിന്ന് വകഞ്ഞ്, നിങ്ങൾക്കറിയാമല്ലോ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചീവി ഒതുക്കി എല്ലാവർക്കും തുണി, ഉടുപ്പും നിക്കറും അതൊക്കെയാണ് അന്നത്തെ കാലത്ത് ഇട്ട് അമ്മയും അച്ഛനൊക്കെ ഞങ്ങളെ പള്ളിയിലേക്ക് വിടുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കൂട്ടത്തിൽ കയ്യിൽ നുള്ളരി തന്നയക്കും. നുള്ളരി, അന്നത്തെ കാലത്ത് ഈ പൈസയൊന്നുമില്ല, പണം ഇല്ലയെന്ന് തന്നെ പറയാം. സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്തൊരു കാലവും കാലഘട്ടവും ആയിരുന്നല്ലോ അന്ന്. നുള്ളരി, ഒരു കടലാസിൽ പൊതിഞ്ഞ നുള്ളരിയുമായിട്ടാണ് ഞങ്ങൾ അന്ന് പള്ളിയിലേക്ക് പോകുന്നത്. ഞങ്ങൾ 6 പേരും, മക്കൾ 6 പേരും ഒരു ജാഥ പോലെ നീണ്ട നിരയായിട്ടാണ് പോകുന്നത്. മുക്കാഞ്ഞിരം എന്ന ഗ്രാമത്തിനും പാലക്കോട്ടാൽ എന്ന ഗ്രാമത്തിനും ഇടയ്ക്കായി ഒരു പുഞ്ചപ്പാടമുണ്ട്. ആ പുഞ്ചപ്പാടത്തിന് അടുക്കായിട്ട് ഒരു വരമ്പുണ്ട്. വരമ്പിൻ്റെ ഇടയ്ക്ക് നടുഭാഗത്ത് ഒരു കട്ടിങ്ങും ഉണ്ട്. മിക്കവാറും മുട്ടറ്റത്തോളം വെള്ളമൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അന്ന് മുക്കാഞ്ഞിരം മർത്തോമ പള്ളിയിലാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ നീണ്ട നിരയായി ജാതിയായി ആ പുഞ്ചപ്പാടം, ആ വരമ്പിലൂടെ പോകുന്ന കാഴ്ച, അത് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലുണ്ട്. ഒരു ജാഥ പോലെ നിരന്നാണ് പോരുന്നത്, ഓരോരുത്തരായിട്ട് 6 പേരും അന്ന് ഈ നുള്ളരിയുമായി. ഈ നുള്ളരിയാണ് അന്ന് പള്ളിയിൽ ഞങ്ങൾ സ്തോത്ര കാഴ്ചയ്ക്ക് പകരം അന്ന് കൊടുത്തിരുന്നത്. അന്നത്തെ കാലത്ത് അതായിരുന്നു നടന്നിരുന്നത്. അന്ന് ആ നുള്ളരി കൊടുത്തത് കൊണ്ട് എന്ത് ഗുണം, അതിൻ്റെ വിശേഷത എന്തെന്ന് ചോദിച്ചാൽ, പിൽക്കാലത്ത് അതിൻ്റെ ഫലമൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. ഞങ്ങളുടെ ഭരണിയിലെ എണ്ണയും കുറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വീട്ടിലെ മാവും കലശത്തിലെ എണ്ണയും കുറയില്ല എന്നവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് കൊടുത്ത ആ അരി, ആ നുള്ളരി എത്രയോ മടങ്ങായി അവൻ ഞങ്ങൾക്ക് തിരിച്ചു തരിക. ഇപ്പോഴും അവൻ ആർക്കും കടക്കാറില്ല. ഈ സൺഡേ സ്കൂളിന് പോകുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ ഒരു പക്ഷേ ചോദിച്ചോ, എന്തുകൊണ്ട് ഈ സൺഡേ സ്കൂളിന് പോകണം, സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ട് എന്താണ്? സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്, ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദൈവഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയതും ഇതൊക്കെ തന്നെയാണ്, ഒരു ദൈവഭയം. ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പം അറിയാതെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരും, അയ്യോ അത് തെറ്റാണ്. ഒരു ശക്തി, ഒരു ശക്തി, നമ്മളല്ലാതെ ഒരു ശക്തി പ്രപഞ്ചത്തിൽ എവിടെയോ ഇരുന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെ കാണുന്നു എന്നുള്ളൊരു ഉൾവിശ്വാസം ഈ സൺഡേ സ്കൂൾ കാലത്താണ് നമ്മുടെ മനസ്സിൽ. അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ ഒരു പെൻസിലോ ഒരു റബ്ബറോ മോഷ്ടിച്ചെടുക്കാൻ തോന്നുമ്പോൾ, അയ്യോ ആ ശക്തി കാണും, അയ്യോ അത് തെറ്റാണ് എന്നൊരു ഉത്ബോധം നമുക്കുണ്ടാകും. ആ ശക്തിക്ക് നമ്മൾ വിളിച്ചിരുന്ന പേരാണ് ദൈവം. ആ ദൈവഭയമുള്ളത് കൊണ്ട് പലപ്പോഴും തെറ്റുകൾ ചെയ്യാൻ മടിച്ചിരുന്നു. ആ ദൈവഭയം വളരും തോറും കൂടുകയല്ലാതെ കുറഞ്ഞിട്ടില്ല. പിന്നെ ബൈബിളിലെ കഥാപാത്രങ്ങളൊക്കെ തന്നെ
വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ കഥാപാത്രങ്ങളും ഗുണപാഠങ്ങൾ ഗുണപാഠങ്ങൾ. ഏത് കഥാപാത്രത്തെ വിശുദ്ധ വേദപുസ്തകത്തിൽ നാം എടുത്തു നോക്കിയാലും അതെല്ലാം ഗുണപാഠം നമുക്ക് കാണാം. നമുക്ക് ജോസഫിനെ ഒന്ന് നോക്കാം. ജോസഫ് പൊട്ടക്കിണറ്റിൽ വീണു, പൊട്ടക്കുഴിയിൽ വീണു. എന്നിട്ടോ അവൻ്റെ യാത്ര അവിടെ അവസാനിച്ചു? ഇല്ല. എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ജോസഫിന് ഒരു പൊട്ടക്കുഴി ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ്റെ യാത്ര അവസാനിക്കുന്നില്ല. ഇനിയും അവന് വളരെയധികം മുൻപോട്ട് പോകാനുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ജോസഫ് എന്ന കഥാപാത്രം. ജോസഫിനെ ഈ പൊട്ടക്കുഴിയിൽ തള്ളിയിട്ടതോ സ്വന്തം സഹോദരന്മാർ, കൂടെ നിൽക്കുന്നവർ, സ്വന്തം സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിയിൽ ഉരുട്ടിയിട്ടിട്ടും കിണറ്റിലേക്ക് എറിഞ്ഞിട്ടും അവൻ പിന്നെയും വളർന്നു വലുതായി. ഇല്ലേ? വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും നാം നോക്കുമ്പോൾ, അവരുമായി നമ്മളെ തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് പലതും പഠിക്കാനുണ്ട്. പലതും. യാക്കോബ് എന്ന വ്യക്തി വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്നിനും കൊള്ളാത്തവനാണ്. അവൻ്റെ ജനനത്തിൽ തന്നെ സ്വന്തം സഹോദരൻ്റെ കുതികാല് പിടിച്ച് വലിക്കുന്നവനാ, ജ്യേഷ്ഠാവകാശം മോഷ്ടിച്ചെടുത്തവനാ, കവർന്നെടുത്തവനാ, കബളിപ്പിക്കപ്പെടുത്തവൻ, വഞ്ചിക്കുന്നവൻ എല്ലാമാണ് ഈ യാക്കോബ്. പക്ഷേ തലമുറയുടെ പേരെഴുതുമ്പോൾ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന് എഴുതേണ്ടി വരുന്നു. ആർക്കും കൊള്ളത്തില്ല എന്ന് വിശ്വസിക്കുന്ന, ഞാനൊരു എന്നെ എന്നത്തിന് കൊള്ളാം, അല്ലെങ്കിൽ നിങ്ങളൊരു പക്ഷേ വിശ്വസിക്കുക എന്നെ എന്തിനു കൊള്ളാം, ഞാനൊന്നിനും കൊള്ളാത്തവൻ, അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ആവശ്യം. ദൈവം തിരഞ്ഞെടുക്കുന്നു. നിങ്ങളിൽ ഒരു കഴിവ് ഒളിച്ചിരിപ്പുണ്ട് എന്ന യാക്കോബ് നിങ്ങളെ ഓർപ്പിക്കുന്നു. മോശയുടെ കാര്യമോ? മോശയുടെ കഥയിലേക്ക് ഒരു വിക്കനാണ്. ഒരു സമൂഹത്തെ നയിക്കുവാൻ, ലക്ഷക്കണക്കിന് ആളുകളെ നയിക്കുവാൻ എന്നെ കൊണ്ടായില്ല എന്ന് കൈകൂപ്പി ദൈവത്തോട് പറഞ്ഞവനവൻ, തടിച്ച നാക്കുള്ളവൻ. അവനെയാണ് നിന്റെ കുറവുകൾ, ആ കുറവുകളാണ് നിന്റെ വിജയരഹസ്യം എന്ന് ഓർപ്പിക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ കഥാപാത്രവും എടുത്ത് നോക്കിയ. അതുപോലെ തന്നെയാണ് നമ്മൾ അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ചാൽ, പ്രതിസന്ധികളിൽ ഏത് ശത്രുക്കൾ എന്തൊക്കെ കരുക്കൾ നീക്കിയാലും സ്വർഗം കുനിഞ്ഞു വരുമെന്നും അവിടെ നിന്നും ദൂതന്മാരെ അയച്ച് സിംഹക്കുഴിയിൽ ദാനിയേലിൻ്റെ കടിക്ക് കീറുവാൻ വന്ന സിംഹത്തിൻ്റെ വായടച്ച ദൈവം അവൻ ദൂതന്മാരെ അയക്കും ഏത് പ്രതിസന്ധിയിലും. അതാണ് ദാനിയേലിൻ്റെ കഥ ഓർപ്പിക്കുന്നത്. അങ്ങനെ എത്രയോ കഥകൾ. ഈ ഓർമ്മകളെല്ലാം നമ്മുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഇനിയും നമ്മുടെ കുറവുകൾ നമുക്ക് നല്ലതായി തോന്നുന്നത് മാത്രമല്ല, നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെ ഓർപ്പിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് സൺഡേ സ്കൂളും കഴിഞ്ഞ് ആരാധനയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വീട്ടിലോട്ട് വരും. അമ്മ ആടുകളെ നയിച്ചുകൊണ്ട് വരുന്നവർ അമ്മയും അച്ഛനൊക്കെ ഞങ്ങളെ അടിച്ചു പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടുവന്നാൽ ഉടനെ അന്നത്തെ ഉച്ചയ്ക്കത്തെ ആഹാരം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, കുത്തരി കഞ്ഞിയാണ്. രാത്രിയിലെ അമ്മയും ചേട്ടന്മാരും കൂടെ കൂടി ഈ ഉരലിൽ ഉളക്കി, രണ്ടുപേരാണ്, അമ്മയും അമ്മയുടെ കൂടെ ഏതെങ്കിലും ഒരു സഹോദരൻ കാണും, ജോണിച്ചാനും തമ്പിച്ചാനും, അവരൊക്കെ ഇടിച്ച് അന്ന് രാത്രി ഉണ്ടാക്കിയെടുക്കുന്ന ആ കുത്തരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞി, എന്തോ ടേസ്റ്റാണെന്നറിയാം. കുത്തരി കഞ്ഞി കൂട്ടത്തിൽ ഈ തേങ്ങാ സമ്മന്തിയും, ഇത് രണ്ടും ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പള്ളി കഴിഞ്ഞ് വരുമ്പോൾ കിട്ടും. രാവിലെ അമ്മ വെച്ചിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ ഉച്ച കഴിഞ്ഞ് ഒന്നുകൂടെ ചൂടായിക്കും ഈ കുത്തിരിച്ചോറും കഞ്ഞിയും. നല്ല ടേസ്റ്റ്. ചിലപ്പോഴൊക്കെ മീനും കാണുമെന്നെനിക്ക് ഓർക്കുന്നു. ഈ കഞ്ഞി വിളമ്പുന്ന സമയത്ത് ഞങ്ങളെല്ലാം കൂടെ ഒരു ഓട്ടമുണ്ട് പുറത്തേക്ക്. എന്തിനാണെന്നറിയാം? പ്ലാവില പെറുക്കാൻ. അന്ന് ഈ സ്പൂണൊന്നുമില്ല. ഈ പൊങ്ങച്ചൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ വീഡിയോ ഒക്കെ ചിലരൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല. പക്ഷേ പൊങ്ങച്ചികൾക്കൊക്കെ അത് മിക്കവാറും അവർ പറയുമോ ഈ അച്ചാച്ചൻ ഇങ്ങനെയൊക്കെയാണോ വീഡിയോ? സത്യസന്ധമായി പറയുകയാണ്. അന്ന് ഞാൻ ഉൾപ്പെടെയുള്ളവർ പുറത്തേക്ക് ഓടും. പ്ലാവിൻ്റെ ചുവട്ടിൽ ചെന്ന് നല്ല ചുവന്ന് തൊടുത്ത ചുവപ്പും മഞ്ഞയും നിറമുള്ള അത് കൊണ്ടുവന്ന് പ്ലാവിലെയും കൊണ്ടുവന്ന് കഞ്ഞി കോരി കുടിക്കുന്ന രംഗം ഇന്നും ഞാൻ ഓർക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല, ഓട്ടമാണ്. കഞ്ഞി കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓട്ടമാണ്. ഓടുന്നതിന് തന്നെ അറിയാം. അടുത്തൊരു വീട്ടിൽ റേഡിയോ ഉണ്ട്. റേഡിയോ ഉച്ചയ്ക്ക് അവിടെ ഈ സിനിമ ശബ്ദരേഖയുണ്ട്. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലും. വീടിൻ്റെ പേര് അവർ അനുമതി ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ എല്ലാവരെയും വിളിച്ചിരുത്തും. അവിടെ ഒത്തിരി കൊരണ്ടിയുണ്ട്. പുതിയ തലമുറയ്ക്ക് കൊരണ്ടി എന്നാണെന്ന് അറിയത്തില്ല, അവിടെ ചോദിച്ചു നോക്കണം. ആ കൊരണ്ടിയിലും സ്റ്റൂളിലും ഒക്കെ ഞങ്ങൾ ഇരുന്നിട്ട് ശബ്ദരേഖ കേൾക്കും. സിനിമ അപ്പാടെ. അന്നത്തെ ഞങ്ങളുടെയൊക്കെ ഹീറോ ജയനും പ്രേം നസീറും ഒക്കെ ഞങ്ങളുടെ ഹീറോ. ആ ശബ്ദരേഖ ഒരു കാലഘട്ടത്തിൽ
എല്ലാവരും ഇഷ്ടപ്പെടുത്തിരുന്ന ആ സമയത്തിന് വേണ്ടി കാത്തിരുന്ന ഒന്നാണ് ശബ്ദരേഖ, സിനിമയുടെ ശബ്ദരേഖ. അത് കഴിഞ്ഞ് ശബ്ദരേഖ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പാടത്തേക്ക് കളിക്കാം. അവിടെ പലതരം കളികളാണ്. അവിടെ തന്നെ ടീമുകൾ തിരിച്ചിട്ടാണ് പന്ത് കളിക്കാനും കിളികളികളും തട്ടുകളികളും എല്ലാത്തിനും പോകുന്നത്. ആ കിളികളിയും കട്ടുമുയ കളികളും എല്ലാം കഴിഞ്ഞൊരു 5-6 ആകുമ്പം നേരിട്ട് കണനാട്ട് കുളത്തിലേക്ക് ഒരു ഓട്ടമാണ്. ഓടിച്ച കണനാട്ട് കുളത്തിൽ ഞായറാഴ്ച ഒരു 5 മണി കഴിഞ്ഞ് 6 മണിയാകുമ്പോൾ ഒന്ന് ചെന്ന് നോക്കണമായിരുന്നു. അന്ന് കാലത്ത് നിറഞ്ഞിരിക്കും ആ കുളം. അവിടെയാണ് നീന്തൽ പഠിച്ചത്. അവിടെ കുളിച്ച് നനച്ച് അടിച്ച് ഇങ്ങനെയായിരുന്നു ഒരു ഞായറാഴ്ച. അത് ഓട്ടം. എത്ര പ്രാവശ്യം ഞാനിപ്പോൾ ഓടി നിങ്ങൾ തന്നെ പറഞ്ഞു. അന്നത്തെ ആ ഞായറാഴ്ചകൾ ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു. ഞങ്ങൾക്കൊരു ഉത്സവം തന്നെ. പക്ഷേ അന്ന് മറന്നുപോയ പലതും ഞങ്ങൾ ചെയ്തതും ഇന്നത്തെ പുതിയ തലമുറ മറന്നുപോയതുമായി ചിലതുണ്ട്. ദൈവഭയം. അത് വരും കാലത്ത് പിൽക്കാലത്ത് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ ആ ദൈവഭയം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവും ധന്യമാവും. ഞാൻ മുല്ലത്തറം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ, ഭോപ്പാൽപുര.